നിലനിർത്തണം. സാറേ ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള പ്രശ്നം സാറേ ആ വ്യക്തികളുടെ സ്ഥലത്ത് കയറത്തി ഇപ്പം നമ്മൾ അടിച്ച കുട്ടിയുണ്ടോ സാറേ? അളക്കാൻ വരുമ്പോ നിങ്ങൾ തൊട്ടപ്പുറത്തെ പറമ്പാരുടെ സ്ഥലങ്ങളിൽ അവരെ വിളിക്കുന്നത്. ഇതിപ്പോ തർക്കം എന്താ അറിയാമോ സാറേ? ഇത് കഴിഞ്ഞ ദിവസം ഇവര് വാനം കോരിയേക്കുന്ന വാനമാണ്. ഇത് കഴിഞ്ഞ ദിവസം വില്ലേജുകാർ വന്ന് ഈ സ്ഥലക്കാരന് കുറ്റി വെച്ച് കൊടുത്തേക്കണതാണ് ഈ കുറ്റി. അപ്പൊ ഇപ്പൊ നിലവില് ഇങ്ങോട്ട് കടന്ന് അതേപോലെ ഇവിടുന്ന് എല്ലാ സ്ഥലക്കാരും കവർ ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവരിപ്പോ വാനം കോരിയേക്കുന്നത് കൃത്യമായ അപ്പൊ ഈ അതിന് കഴിഞ്ഞിട്ടാണ് തോട് വരുന്നത്. ഇതിലൊന്നും തോടില്ലല്ലോ ഇത് ഇടിഞ്ഞു പോയേക്കുന്നതാണ് സാറേ. ഇത് ഇടിഞ്ഞേക്കണതാണ്. ഗൂഗിൾ മാപ്പ് എടുത്ത് എഞ്ചിനീയർ ആരെങ്കിലും കാണിച്ച് കോടതിയിൽ കാണിച്ച് നിങ്ങൾ നിയമപരമായ കാര്യം നോക്കാം. രണ്ട് വെറുതെ നിന്നിട്ട് ഈ ഭൂമിയിൽ തർക്കമുണ്ടല്ലോ അവരവിടെ ആളെ അറിയിച്ചിട്ടില്ല. 2018 ഈ 100-150 വീട്ടുകാർക്ക് ഇവിടെ വീട്ടിൽ മുഴുവൻ വെള്ളം വന്നതാണ്. അപ്പൊ ഇവിടുത്തെ ശാശ്വത പരിഹാരം മുഴുവൻ വെള്ളം വരുന്നത് ഇങ്ങോട്ടാണ്. പോകാൻ ഒരു സംവിധാനം ഇവര് ചെയ്യേണ്ടതില്ല. സെന്റ് പോൾസ് കോളേജ് ഇത് കാലങ്ങളിലിപ്പോ ചേട്ടൻ പതിയെ പറഞ്ഞാൽ എനിക്ക് ചേട്ടൻ ഒച്ചയെടുക്കണ്ട. ഞാൻ നേതാവൊന്നുമല്ല, ഞാൻ എന്നോട് അലറിയിട്ട് കാര്യമില്ല. ഞാൻ പറയണത് കേക്ക്. മുൻകാലങ്ങളിൽ ഇവിടെ തോട് എവിടെ വെച്ചാൽ നോക്ക്, ആ സ്ഥലം നോക്കി ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ നോക്കിയിട്ട് തോട് കാണുന്നില്ല. വെറുതെ സർക്കാർ കാര്യങ്ങളിൽ നമ്മൾ വെറുതെ അനാവശ്യമായി വഴക്കുണ്ടാക്കിയിട്ട് എന്ത് നേട്ടം? കൃഷി ഉണ്ടായിരുന്നു, അപ്പൊ കൃഷി വർഷങ്ങളോളം കൃഷിയില്ല, അപ്പൊ തോടൊക്കെ മൂടിപ്പോയി. നമ്മുടെ കളമശ്ശേരിയിലെ പുള്ളിക്കാരൻ നല്ല മര്യാദ സംസാരിച്ചു. കോടതി വഴി പോകാന്ന പുള്ളി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രായമുള്ള മനുഷ്യൻ വളരെ പക്വതയോടെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലമാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കോടതി പൊക്കളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതി പോയിട്ട് ആ സ്ഥലം അളന്ന് തിരിച്ചപ്പെടുത്ത ഈ ബോർഡുകാർക്കും ഒബ്ജക്ഷൻ ഇല്ല. വഴി കൊടുക്കണേ അവരുടെ ആരെയും വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യമല്ല. ഒരു കോടതിയിൽ നിന്ന് പേപ്പർ മേടിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുവരെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് കാന കെട്ടുകയോ റോഡ് കെട്ടുകയോ എന്ത് വേണം ചെയ്യാം. മനസ്സിലായി? ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിന്റെ പ്രോജക്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾ അതിന് നിയമ തടസ്സം മേടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ മേടിക്കുകയോ ചെയ്യണമായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് പോകാലോ. പോകാലോ അല്ല, 2 മാസത്തിന് മുമ്പ് പണി തുടങ്ങിയപ്പോൾ നിയമപരമായ വഴിയിലൂടെ ആദ്യം വന്ന് പണി തുടങ്ങിയതിൽ ഇന്നലെ മന്ത്രി പറഞ്ഞ കാര്യം പറയും. ഇന്നലെ മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചു പറഞ്ഞ കാര്യം പറയും. അത് പറയണമല്ലോ. മന്ത്രിക്ക് മുകളിലാണ് ഇവര് സംസാരിച്ച് നിവേദനവും കൊടുത്ത്. അപ്പൊ മിനിസ്റ്റർ എക്സിനെ വിളിച്ചിട്ട് പറഞ്ഞ് പണി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് ഇവര് അംഗീകരിക്കുന്നില്ല. മന്ത്രി വിളിച്ച് എന്തും ഉപയോഗിച്ചാ പറഞ്ഞത്. പക്ഷെ ഇവര് അംഗീകരിക്കുന്നില്ല. ഇവര് പണിക്കാരെ ഇറക്കി. ഇവര് കംപ്ലീറ്റ് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് മന്ത്രിക്ക് മുകളിലാണ് ഇവര് എക്സിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ തൽക്കാലം അവിടെ ഇഷ്യൂ ഉണ്ട്. ഒന്ന് വഴിയുടെ വിഷയമുണ്ട്, ഒന്ന് വെള്ളത്തിന്റെ വിഷയമുണ്ട്. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിട്ട് നിങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് വ്യക്തമായി ഇന്നലെ മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ഞാൻ എക്സിക്യൂട്ടീവ് മിനിസ്റ്റർ വിളിച്ചിരുന്നു. വഴിയുടെ കാര്യം മിനിസ്റ്റർ സംസാരിച്ചിട്ടേ ഇല്ല. പറഞ്ഞു വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെള്ളം ഉള്ളത് തടസ്സപ്പെടാണ്ട് ഞങ്ങൾ ചെയ്യുള്ളൂ. വെള്ളം പോണ വഴി ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല പറയുന്ന സ്ഥലം വരെ ഉള്ളത് ഞങ്ങളിപ്പോ നിർത്തിവെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കേട്ടാൻ കുഴപ്പമില്ല. ഞങ്ങൾ കാണിച്ചു തരാം. അല്ല, മന്ത്രി നിർത്തിവെക്കാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ കെട്ടാന്ന് പറയുന്നത് ശരിയല്ല. മന്ത്രി ഉൾപ്പെടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ചർച്ചയില് മന്ത്രി സ്ഥലം സന്ദർശിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ അതിന്റെ ശരി. ഇവര് ധിക്കാരപൂർവ്വം മന്ത്രിനെ ധിക്കരിച്ചൊക്കെയാണ് ഇവര്. അത് നടക്കൂല. നമുക്ക് അദ്ദേഹത്തിന് ഇവിടുത്തെ ഞങ്ങളുടെ ജനപ്രതിനിധിയല്ലേ സാറ്? എല്ലായിടത്തും മറ്റൊരു നല്ല മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എഞ്ചിനീയർ സാർ അങ്ങനെ അദ്ദേഹത്തോടെ ഒന്നും കൂടി ആലോചിച്ചിട്ട് അദ്ദേഹം കൂടി ഇരിക്കുക, ഒരു ചർച്ച ചെയ്തിട്ട് ചെയ്യുന്നത്. അല്ല, അതിന് ഡേറ്റ് എടുക്കാൻ പിഎനോട് പറയുകയും ചെയ്യുന്നില്ല. കാനയും ഈ സമൂഹത്തിന് ആവശ്യമാണ്. പിന്നെ ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിലും ഇപ്പൊ ഈ ഉദ്യോഗസ്ഥർക്കും പ്രശ്നമുള്ള കാര്യമല്ല. ഇതിന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളെ ബോർഡിന് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. സർക്കാർ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞപ്പോൾ ബക്കറിക്കാട് പറഞ്ഞു
അവസ്ഥ. ഒരു ഉദ്യോഗസ്ഥന് നേരിട്ട് വഴിക്ക് ഇട്ട് കൊടുക്കാൻ അധികാരമില്ല. ഗവൺമെന്റിൽ നിന്ന് വന്നാൽ ഇപ്പം മിനിസ്റ്റർ ഇടപെട്ട് കഴിയുമ്പോൾ അത് പരിഹാരം ഉണ്ടാവും. അതുവരെ ഒന്ന് തൽക്കാലം നിർത്ത്. ഒരു അലോഹ്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞ 100% അംഗീകരിക്കും. അല്ല, നമ്മള് എല്ലാരും നമുക്ക് നാളെ കണ്ട ആ രീതിക്ക് ഈ നാട്ടിലെ എല്ലാ കാര്യത്തിനും മുന്നൊരാളാണ്. ചെറിയൊരു കല്യാണ പരിപാടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം കയറാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ചെയ്യേ, അതല്ലേ നല്ലത്. ജനങ്ങൾക്ക് ദോഷം വരേണ്ട ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പൊതുജനത്തിന് ദോഷം വന്നാൽ ചെയ്യാതിരിക്കണം. വെള്ളം ഒഴുകി പോയില്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വീടുകളിൽ മൊത്തം വെള്ളം കയറും. ഞങ്ങള് മുങ്ങിയതാണ് സാറേ 2015. ഒരു വിഷമമാണ് ഞാൻ പൊതുവിലുള്ള ആവശ്യം അങ്ങനെ കണ്ടുപിടിക്കണം.